കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെഖേന ടിവിയുടെ എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകരെ, നിങ്ങളെ ഓരോരുത്തരെയും ഇന്നത്തെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പരമ്പരയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ വളരെ പ്രസക്തമായതും പരിശുദ്ധ അമ്മ നടത്തിയിരിക്കുന്ന പ്രത്യക്ഷപ്പെടലുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായതുമായ ഒരു പ്രത്യക്ഷപ്പെടലിനെ കുറിച്ചാണ്. 16-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ അമ്മ അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ്, വിജയ മാതാവ് എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട് 20-ാം നൂറ്റാണ്ടിലും അതിനപ്പുറത്തേക്കും സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്ത പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷപ്പെടലിനെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. ഇത് വലിയൊരു പ്രസക്തിയുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം ഇതാണ് സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് വിജയമാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ അമ്മ നൽകിയിരിക്കുക. 19-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് 20-ാം നൂറ്റാണ്ട് താണ്ടിപ്പോകുന്ന വലിയ കാര്യങ്ങളെ കുറിച്ചാണ് അമ്മയുടെ പ്രവചനങ്ങൾ. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തെ കുറിച്ചുള്ള ഈ പ്രവചനങ്ങൾ പരിശുദ്ധ അമ്മ 4 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ഒരു വ്യക്തിയെ വർഷങ്ങളായി ഒരുക്കി, നമ്മൾ ഈ എപ്പിസോഡിൽ കാണും, വർഷങ്ങളായി ഒരുക്കി പരിശുദ്ധ അമ്മയുടെ ഈ കാലഘട്ടത്തിന് വേണ്ടിയുള്ള സന്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി വലിയ ത്യാഗങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും പ്രാർത്ഥനയിലൂടെയും നാളുകളായി കടത്തിവിട്ട് ഒരുക്കിയതിന് ശേഷം പരിശുദ്ധ അമ്മ നമ്മുടെ കാലഘട്ടത്തെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, 16-ാം നൂറ്റാണ്ടിൽ അമ്മ നൽകിയ ഈ സന്ദേശം ഇന്ന് നമ്മൾ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിൽ എത്ര പ്രസക്തിയോടുകൂടി നിറവേറിക്കൊണ്ടിരിക്കുന്നു എന്നത് കണ്ട് ഇന്ന് സഭ അത്ഭുതപ്പെടുകയാണ്. ദൈവം തൻ്റെ അനന്ത ജ്ഞാനത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുവാനുള്ള കാരണം, ഒന്ന്, ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളോടുള്ള അതിയായ സ്നേഹം. 2, ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുവാൻ പോകുന്ന പ്രതിസന്ധികളുടെ ദൈർഘ്യം. 3, ഈ കാലഘട്ടത്തിൽ സാത്താൻ വെച്ചിരിക്കുന്ന കെണികൾ മനസ്സിലാക്കി ജാഗരൂകതയോടെ ഈ കാലഘട്ടത്തെ അതിജീവിക്കുന്നതിനും വേണ്ടിയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇപ്രകാരം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് നമുക്ക് വേണ്ടി സന്ദേശങ്ങൾ നൽകിയെങ്കിൽ അത് ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ ഈ നൂറ്റാണ്ടിൽ ഏറ്റെടുത്ത് സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങുന്നതിന് വേണ്ടിയാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയും സ്വർഗത്തിൻ്റെ വലിയ ഇടപെടലുകൾ ഈ കാലഘട്ടത്തിൽ സംഭവിക്കുമ്പോൾ അതേതൊക്കെ സാഹചര്യങ്ങളിലായിക്കോട്ടെ അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരുങ്ങി അവന് വേണ്ടി
കാത്തിരിക്കുന്നതിന് വേണ്ടിയ പരിശുദ്ധ അമ്മ ഇപ്രകാരം ലോകത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ആയതിനാൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെ കുറിച്ച് ഇത്രമാത്രം വ്യക്തമായും കൃത്യതയോടുകൂടിയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചനങ്ങൾ നൽകണമെങ്കിൽ ഈ കാലഘട്ടം 20-ാം നൂറ്റാണ്ടും അതിനപ്പുറത്തേക്കുമുള്ള ഈ കാലഘട്ടത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തെ നമ്മൾ അതിജീവിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ള സഹോദരീ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി സന്ദേശങ്ങൾ നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്ത് ഈ വ്യക്തി ആരാണെന്നും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എപ്രകാരമാണ് സ്വർഗം ഈ വ്യക്തിയെ ഒരുക്കിയതെന്നും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിരിക്കുന്ന അസാധാരണവും അസ്വാഭാവികവുമായ സ്വർഗത്തിന്റെ ഇടപെടലുകൾ എന്താണെന്നും ഈ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയാണ്. അതിനുശേഷം അടുത്ത എപ്പിസോഡുകളിൽ ദൈവം ഈ വ്യക്തിയിലൂടെ നൽകിയ സന്ദേശങ്ങളും ആ സന്ദേശങ്ങളുടെ ആനുകാലിക പ്രസക്തിയുമൊക്കെ വരുന്ന 2-3 എപ്പിസോഡുകളിലായി നമ്മൾ മനസ്സിലാക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ എപ്പിസോഡുകളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയിൽ ഉണ്ടായിരിക്കുന്ന മക്കളെന്ന നിലയ്ക്ക് നിങ്ങൾ ഈ എപ്പിസോഡിലൂടെ കടന്നു പോകുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി സ്വർഗത്തിന് എന്താണ് നമുക്ക് നൽകുവാനുള്ളത് എന്ന് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും ജീവിതത്തിൽ അത് ഏറ്റെടുക്കുകയും സ്വർഗത്തിന്റെ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫലമണിയുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തേണ്ടി ഇരിക്കുന്നു എന്ന് ഒത്തിരി സ്നേഹത്തോടെ പങ്കുവെച്ചു കൊള്ളട്ടെ. തെക്കേ അമേരിക്കയിലെ ഇക്വദോർ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായ ക്വിറ്റോയിലായിരുന്നു വിജയമാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങൾ ഉണ്ടായത്. സ്പെയിനിൽ ജനിച്ച സിസ്റ്റർ മരിയാന ഡി ജീസസ് ടോറസിനായിരുന്നു അത്ഭുതകരങ്ങളായ പ്രത്യക്ഷീകരണങ്ങൾ ലഭിച്ചത്. 1577 വെറും 13 വയസ്സുള്ളപ്പോൾ ഇക്വദോറിൽ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ സഭയുടെ ആദ്യ സമൂഹത്തിന് രൂപം നൽകാൻ പോയ സന്യാസിനി സമൂഹത്തോടൊപ്പം മരിയാനയും പുറപ്പെട്ടു. കപ്പൽ യാത്രക്കിടയിൽ വലിയ കൊടുങ്കാറ്റുണ്ടായി. കടൽ ഇളകി മറിഞ്ഞു. കപ്പൽ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു കൂറ്റൻ സർപ്പത്തെ മരിയാന കണ്ടു. ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ സഭയുടെ സ്ഥാപനത്തെ അനുവദിക്കുകയില്ലെന്ന് സർപ്പം അലറിക്കൊണ്ടിരുന്നു. അതിസുന്ദരിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ട് തന്റെ ആയുധം കൊണ്ട് സർപ്പത്തിന്റെ തല നിഷ്പ്രയാസം തകർക്കുന്ന രംഗത്തിനായിരുന്നു മരിയാന തുടർന്ന് സാക്ഷ്യം വഹിച്ചത്. ഈ സംഭവത്തെ അനുസ്മരിപ്പിക്കുന്ന മെഡൽ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ സമൂഹാംഗങ്ങൾ ഇന്നും തങ്ങളുടെ സഭാവസ്ത്രത്തിന്റെ ഭാഗമായി ധരിച്ചു വരുന്നു. ആയിരത്തി 1563 സ്പെയിനിൽ മരിയാന ടോറസ് ജനിച്ചു. തൻ്റെ 9ാമത്തെ വയസ്സിൽ അവൾ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. ദിവ്യകാരുണ്യം സ്വീകരിച്ച അന്നു തന്നെ പരിശുദ്ധ അമ്മയിലൂടെ ഈ കൊച്ചു കുഞ്ഞിന് അവൾ ഒരു സന്യാസിനിയായി തീരും എന്നുള്ള ഒരു സന്ദേശം ലഭിക്കുകയുണ്ടായി. അതിനു മുൻപ് തന്നെ ഈശോയോടും ദിവ്യകാരുണ്യത്തോടും വലിയ സ്നേഹമുണ്ടായിരുന്നു ഈ കൊച്ചു കുഞ്ഞിന്. ദിവ്യകാരുണ്യത്തിന്റെ അടുത്ത് കടന്നു ചെന്ന് മണിക്കൂറുകൾ ഇരിക്കാനുള്ള ആഗ്രഹം ആ മകൾക്കുണ്ടായി. ഇപ്രകാരം കൊച്ചതിന് 10-13 വയസ്സ് പ്രായമായപ്പോൾ തൻ്റെ അമ്മായി ഈ ഒരു കോൺവെന്റിലെ അംഗമായിരുന്നതിനാൽ ഈ അമ്മായിയുടെ പ്രത്യേകമായ ഒരു സ്നേഹത്തോടെ അല്ലെങ്കിൽ ഇടപെടലോടെ ഈ കൊച്ചു കുഞ്ഞിനും മഠത്തിൽ വന്ന് ജീവിക്കുവാൻ അധികാരികൾ അവസരം കൊടുത്തു.
അവളുടെ തീക്ഷ്ണതയും ഭക്തിയും ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹവും ഒക്കെ കണ്ട് അവൾ മഠത്തിൽ ഈ കൊച്ചു കുഞ്ഞിനെ ആ പ്രായത്തിൽ സ്വീകരിക്കുകയാണ്. പിന്നീട് പ്രിയമുള്ള സഹോദരങ്ങളെ, 1577 ഇമ്മാക്കുലറ്റ് കൺസെപ്ഷൻ സന്യാസ സമൂഹത്തിന്റെ ഒരു കോൺവെന്റ് തെക്കേ അമേരിക്കയിലെ എക്വഡോറിൽ ആരംഭിക്കുന്നതിന് വേണ്ടി അധികാരികൾ തീരുമാനിച്ചു. ഇപ്രകാരം ഒരു 5 സിസ്റ്റേഴ്സിനെ എക്വഡോറിലേക്ക് അയക്കുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ച് അയക്കുകയാണ്. അതിൻ്റെ കൂടെ 13 വയസ്സ് പ്രായമുള്ള ഈ കൊച്ചു കുഞ്ഞിനെയും അവർ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. സന്തോഷത്തോടുകൂടി ഇവർ കപ്പൽ കയറി എക്വഡോറിലേക്ക് യാത്ര തിരിക്കുകയാണ്. കപ്പൽ യാത്രക്കിടയിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ ഈ കപ്പൽ നീങ്ങിയപ്പോൾ അതിഭയങ്കരമായ ഒരു കൊടുങ്കാറ്റ് ഈ കപ്പലിന് നേരെ ആഞ്ഞടിക്കുകയും ഈ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഏതാണ്ട് നടുഭാഗത്ത് വെച്ച് ആടിയുലഞ്ഞ് തകർന്നു പോകുന്ന ഒരവസ്ഥയിൽ എത്തപ്പെടുകയും ചെയ്തു. കപ്പലിലുണ്ടായിരുന്നവരെല്ലാം നിലവിളിച്ച് തങ്ങളുടെ മരണം മുന്നിൽ കണ്ട് വലിയ ഭയത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടി നടക്കുന്ന സാഹചര്യം. ഈ സമയത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ, മനസ്സിലാക്കിയത് ഇപ്രകാരമാണ്. പിന്നീടുള്ള സംഭവങ്ങൾ ഈ ഒരു കൊടുങ്കാറ്റ് സാത്താനാൽ രൂപപ്പെടുത്തിയതാണെന്നും ഈ സിസ്റ്റേഴ്സ് എക്വഡോറിൽ കടന്നു ചെന്ന് ഈ കോൺവെന്റ് സ്ഥാപിക്കാതിരിക്കുവാൻ പിശാച് രൂപപ്പെടുത്തിയ ഒരു അപകടമായിരുന്നു അത് എന്നും പിന്നീടുള്ള സംഭവങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. സഹോദരങ്ങളെ, ഇപ്രകാരം ഈ കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ ആടിയുലഞ്ഞ് തകർന്നു പോകുന്ന അവസ്ഥയിലെത്തിയപ്പോൾ 10-13 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൊച്ചു നിലവിളിച്ച് കരഞ്ഞ് അവൾ ബോധം കെട്ടുപോയി, ഭയന്ന് ബോധം കെട്ടുപോയി. ഇപ്രകാരം ബോധം കെട്ടുപോയ ഈ കുഞ്ഞിന് ആ നിമിഷത്തിൽ ആ കപ്പലിൽ വെച്ച് ഒരു ദർശനം ലഭിക്കുകയാണ്. അവൾ കണ്ടത് ഇപ്രകാരമാ: ഒരു സർപ്പം, വലിയ 7 തലകളുള്ള ഒരു സർപ്പം ഈ കപ്പലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. 7 തലകൾ ഈ വലിയ സർപ്പത്തെ അതിജീവിച്ച് അതിനെ മറികടന്ന് മുന്നോട്ട് പോകുവാൻ ഈ കപ്പലിന് സാധിക്കുന്നില്ല. ഇപ്രകാരം ഈ സർപ്പത്തെ കണ്ട് ഭയന്നു നിൽക്കുന്ന ഈ കൊച്ചു കുഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഒരു സ്ത്രീയെയും കാണുകയാണ്. ഈ സ്ത്രീക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഈ പ്രത്യക്ഷപ്പെട്ട ഈ സ്ത്രീ തൻ്റെ ഇടത് കൈയിൽ ഒരു കുഞ്ഞിനെയും പിടിച്ചാണ് പ്രത്യക്ഷപ്പെടുക. തൻ്റെ വലത് കൈയിൽ കുരിശിന്റെ ആകൃതിയിലുള്ള ഒരു കുന്തവുമായി പ്രത്യക്ഷപ്പെടുക. കുന്തത്തിന്റെ അടിഭാഗം, നീണ്ടു നിൽക്കുന്ന ഭാഗം കുന്തമായിട്ടും അതിന്റെ മുകൾ ഭാഗത്ത് ഒരു കുരിശടയാളത്തോടു കൂടി ഒരു ആയുധമാണ്. ഈ ആയുധവുമായി പ്രത്യക്ഷപ്പെടുകയാണ്. പിന്നീട് ഈ കൊച്ചയെ കാണുന്ന ഇപ്രകാരമാ: ഈ പ്രത്യക്ഷപ്പെട്ട സ്ത്രീയുടെ കഴുത്തിൽ ഒരു നെക്ലേസ് അണിഞ്ഞിട്ടുണ്ട്. ഈ നെക്ലേസിന്റെ ലോക്കറ്റ് ദിവ്യകാരുണ്യമായിരുന്നു. ദിവ്യകാരുണ്യ ലോക്കറ്റ് അണിഞ്ഞ നെക്ലേസുമായി ഇടത് കൈയിൽ ഒരു കുഞ്ഞുമായി വലത് കൈയിൽ കുരിശിന്റെ ആകൃതിയിലുള്ള ഒരു കുന്തവുമായി, ഒരു ആയുധവുമായി ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെടുകയാണ്. ഉടനെ തന്നെ ഈ സർപ്പത്തെ ഈ സ്ത്രീ കാണുകയും തൻ്റെ കയ്യിലുള്ള ആ നീണ്ടു നിൽക്കുന്ന ആ കുന്തം തൻ്റെ നെക്ലേസിലെ ദിവ്യകാരുണ്യത്തോട് അവൾ ചേർത്ത് പിടിച്ചു. അതിനുശേഷം തൻ്റെ കയ്യിലിരിക്കുന്ന ആ കുഞ്ഞ് ആ ആയുധത്തെ മുറുകെ പിടിച്ചു. ഇവർ രണ്ടുപേരും ഈ സർപ്പത്തിന് നേരെ കടന്നു ചെല്ലുകയും ഈ സർപ്പം നേരെ കടന്നു ചെന്ന് അതിനെ കുത്തിയ സമയത്ത് അതിൻ്റെ 7 തലകളും പൊട്ടിച്ചിതറി അതിനെ വധിക്കുകയും ചെയ്യുന്ന ഒരു ദർശനം ഈ കൊച്ചു കുഞ്ഞ് കാണുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈ കാലഘട്ടത്തിലും ഈ കോൺവെന്റിൽ പരിശുദ്ധി അമ്മ അത്ഭുതകരമായ വലിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1579 ഒക്ടോബർ മാസം 4-ാം തീയതി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിവസം മരിയാന ടോറസ് പ്രായപൂർത്തി ആയിരുന്നില്ലെങ്കിലും അധികാരികളുടെ പ്രത്യേകമായ അനുവാദത്തോടു കൂടി
തൻ്റെ വ്രതവാഗ്ദാനം നടത്തി കൺസെപ്ഷനിസ്റ്റ് സഭയിലെ ഒരു അംഗമായി ഔദ്യോഗികമായി ചേർന്നു. അതിനുശേഷം സിസ്റ്റർ മരിയ ടെറസ് പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ഒരു ജീവിതം ഈ കൊച്ചു നാളിൽ ആരംഭിക്കുകയാണ്. അതിനുശേഷം ഈ കൊച്ചു സിസ്റ്റർ തൻ്റെ ജീവിതം പ്രായശ്ചിത്തത്തിലൂടെയും പരിഹാരത്തിലൂടെയും ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ചിലവഴിക്കുകയുണ്ടായി. പിന്നീട് ഈ കൊച്ചു സിസ്റ്ററിന്റെ ജീവിതത്തിൽ വലിയ ദൈവിക ഇടപെടലുകൾ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊള്ളട്ടെ. ഈ സിസ്റ്റർ തൻ്റെ കോൺവെന്റിലെ ഒരു സാധാരണ ജോലികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം. അസുഖം ബാധിച്ച സിസ്റ്റേഴ്സിനെ നോക്കുവാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് അധികാരികൾ ഈ കൊച്ചു സിസ്റ്ററിനെ ഏൽപ്പിക്കുക. ഏറ്റവും തീഷ്ണതയോടുകൂടി ഈ കൊച്ചു സിസ്റ്റർ രോഗികളായി കഴിയുന്ന അമ്മമാരുടെ അടുത്ത് പോയി അവരെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ഒക്കെ ചെയ്തു പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ ഇവരുടെ അടുക്കളയിൽ ഒരു തീപിടുത്തമുണ്ടായി. അടുക്കളയുടെ ഇൻചാർജ് ആയിരുന്ന സിസ്റ്റർ തീ അണയ്ക്കുവാനായി പരിശ്രമിച്ച് ഇരുന്ന സമയത്ത് മാരകമായി പൊള്ളലേറ്റു. ആ സിസ്റ്ററിന്റെ മുഖത്തിന്റെ പകുതി ഭാഗത്തോളം പൊള്ളി, കരങ്ങളൊക്കെ ശരീരം മുഴുവൻ പൊള്ളി, മാരകമായ പൊള്ളലേറ്റ് ഇനി ജീവിതം മുന്നോട്ട് വളരെ പ്രയാസമായിരിക്കും എന്ന രീതിയിൽ മാരകമായി പൊള്ളലേറ്റ് ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന ഈ സിസ്റ്ററിനെ ശുശ്രൂഷിക്കുവാനുള്ള ഉത്തരവാദിത്വവും ഈ കൊച്ചു സിസ്റ്റർ ഏറ്റെടുത്തു. ഇപ്രകാരം ഈ സിസ്റ്റർ പലപ്പോഴും തൻ്റെ വിരൂപമായിരിക്കുന്ന മുഖത്തെക്കുറിച്ചും എനിക്കിനി ഒരു ജീവിതമില്ല എന്നുമൊക്കെ ഈ കൊച്ചു സിസ്റ്ററിനോട് പങ്കുവെച്ചിരുന്നപ്പോൾ ഇവൾക്ക് ആ സിസ്റ്ററിനോട് വലിയ സ്നേഹവും അലിവും തോന്നി. പലപ്പോഴും ഇവർ ഒന്നിച്ചിരുന്ന് കരയുമായിരുന്നു എന്നാണ് പറയുക. ഇപ്രകാരം ചിലപ്പോൾ ഈ സിസ്റ്ററിനെ ശുശ്രൂഷിക്കുമ്പോൾ, മരുന്നൊക്കെ വെച്ച് കിട്ടുമ്പോൾ, ശരീരമൊക്കെ ക്ലീൻ ആക്കുമ്പോൾ ഈ വേദന കണ്ട് അല്ലെങ്കിൽ ഈ അവസ്ഥ കണ്ട് ഈ കൊച്ചു സിസ്റ്റർ മരിയാന ടെറസ് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവളുടെ കണ്ണുനീർ തുള്ളികൾ ഈ മുറിവുകളിൽ ഇടയ്ക്കൊക്കെ വീഴുമായിരുന്നു. ഇപ്രകാരം അവളുടെ കണ്ണുനീർ തുള്ളികൾ ഈ മുറിവുകളിൽ വീണ് കഴിഞ്ഞപ്പോൾ പിന്നീട് കണ്ടത് ഇപ്രകാരമാ, ആ മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങുവാൻ തുടങ്ങി. ഒരിക്കലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് സിസ്റ്റർ പുറത്തു വരാൻ സാധിക്കില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയെങ്കിലും ഈ കൊച്ചു സിസ്റ്റർ നിരന്തരം ഇവൾക്ക് പരിചരിച്ച് തൻ്റെ കണ്ണുനീര് കൊണ്ട് ആ മുറിവുകളൊക്കെ കഴുകി ഒരു മാസത്തിനുള്ളിൽ പൂർവ്വസ്ഥിതിയിലേക്ക് ഒരു മാർക്ക് പോലും, ഒരു പാട് പോലും ഇല്ലാതെ ആ സിസ്റ്റർ സുഖപ്പെട്ട് തിരിച്ചു വന്നു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുക. അത്ഭുതകരമായി സിസ്റ്റർ മരിയാന ടെറസിലൂടെ സ്വർഗം ഇടപെട്ട ഇടപെടലുകൾ അന്നു മുതൽ ഈ കോൺവെന്റിലുള്ളവരും കോൺവെന്റ് പരിസരത്തുള്ളവരും ആ നാട് മുഴുവനും ദർശിക്കുവാൻ തുടങ്ങി. പ്രിയമുള്ള സഹോദരങ്ങളെ, കൺസെപ്ഷനിസ്റ്റ് സഭാംഗങ്ങളുടെ ക്വിറ്റോയിലുള്ള ഈ മഠം ഒരു മിണ്ടാമഠമാണ്. ക്ലോയിസ്റ്റേഡ് കോൺവെന്റ് ആയിരുന്നു അത്. അവിടെ എല്ലാ സിസ്റ്റേഴ്സും ജീവിക്കുകയും മഠത്തിനുള്ളിലാണ്. അവർ പുറം ലോകവുമായൊരു ബന്ധമില്ല. എന്നാൽ ഒരു സിസ്റ്റർ മാത്രം പുറത്തു പോകുന്നതിനും അതിഥികളെ സ്വീകരിക്കുന്നതിനുമൊക്കെ ഈ കോൺവെന്റ് പുറത്ത് എപ്പോഴും ഉണ്ടാകും. ഇപ്രകാരം സിസ്റ്റർ മരിയാന ടെറസും ഈ പുറത്തു നിൽക്കുന്ന ഒരു സിസ്റ്ററായിരുന്നു. ആ ഒരു ഉത്തരവാദിത്വമാണ് ഈ സിസ്റ്ററിനെ ഏൽപ്പിക്കുക. അപ്പൊ പലപ്പോഴും ഈ കൊച്ചു സിസ്റ്ററിന്റെ അടുത്ത് സിസ്റ്ററിലൂടെ ദൈവം നൽകുന്ന ഇടപെടലുകൾ കണ്ട് അനേകം വ്യക്തികൾ പ്രാർത്ഥിക്കുന്നതിനും കോൺവെന്റിനെ കുറിച്ച് കൂടുതലായി അറിയുന്നതിനും ഒക്കെ കടന്ന് വരുവാനായിട്ട് തുടങ്ങി. മറ്റൊരു സംഭവം കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ കോൺവെന്റിൽ ക്ലോയിസ്റ്റർ മിണ്ടാമഠമാണ്. അവർക്ക് വരുമാനങ്ങളൊന്നുമില്ല. അപ്പോൾ പലപ്പോഴും സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ ഇവർ കടന്നു പോവുകയുണ്ടായി.
ഭക്ഷണം വാങ്ങാൻ പോലും പലപ്പോഴും പൈസ ഇല്ലാത്ത ചില സാഹചര്യങ്ങളിലൊക്കെ എത്തപ്പെട്ട അവസരങ്ങളുണ്ട് എന്ന് ചരിത്രത്തിൽ നമ്മൾ കാണുന്നു. ഇപ്രകാരം സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ കൊച്ചു സിസ്റ്റർ ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. ദിവ്യകാരുണ്യത്തിന് അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഏതാനും മിനിറ്റുകൾക്കോ മണിക്കൂറുകൾക്കോ ഉള്ളിൽ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങളുമായി ആരെങ്കിലുമൊക്കെ കടന്നു വന്നിരുന്നുവെന്ന് അവരുടെ സഭാചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തുകൊണ്ടുള്ള തൻ്റെ പ്രായശ്ചിത്ത ജീവിതം സിസ്റ്റർ മരിയാന ടെറസ് തുടർന്നുകൊണ്ടേയിരുന്നു. മിക്ക ദിവസങ്ങളിലും മാക്സിമം 3 മണിക്കൂറൊക്കെയാണ് സിസ്റ്റർ ഉറങ്ങിയിരുന്നത് എന്നാണ് പറയുക. ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നും സഭാ ചരിത്രത്തിൽ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇപ്രകാരം വലിയ പ്രായശ്ചിത്തത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും ജീവിതത്തിലൂടെ മുന്നോട്ട് പോയ സിസ്റ്റർ പലപ്പോഴും ഉറക്കമൊന്നുമില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നതിനാൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങിപ്പോകുമായിരുന്നു. ഇങ്ങനെ പലപ്പോഴും ഉറക്കം വന്ന് ക്ഷീണത്താൽ ഉറങ്ങിപ്പോയി കൊണ്ടിരുന്ന ഈ സിസ്റ്ററിന് വലിയ വിഷമമായി. ദൈവമേ, നിന്നോടുള്ള സ്നേഹത്താൽ നിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോകുന്നു? എനിക്ക് ഉറങ്ങാതെ പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ സിസ്റ്ററിനുണ്ടായി. എന്നാൽ സിസ്റ്ററെ അത് കൂടുതലായിട്ട് വേദനിപ്പിച്ചത് മറ്റൊരു കാര്യമാണ്. നമ്മൾ നോക്കുമ്പോൾ വളരെ ചെറിയൊരു കാര്യമാണ്, പക്ഷേ സിസ്റ്ററിന് മുമ്പിൽ അത് വലിയ കാര്യമായിരുന്നു. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ സിസ്റ്റർ ഇരിക്കുമ്പോൾ അത് തിരികൾ കത്തിച്ചു വെച്ചാണ് പ്രാർത്ഥിക്കുക. ഉറക്കത്തിൻ്റെ സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ കുറേ നേരം ഉറങ്ങിപ്പോകുമ്പോൾ ഈ തിരിയൊക്കെ കെട്ടുപോകും, അണഞ്ഞു പോകും. അപ്പോൾ സിസ്റ്റർ എഴുന്നേൽക്കുമ്പോൾ ദിവ്യകാരുണ്യം ഇങ്ങനെ തിരിയൊക്കെ കെട്ട് ഒരു പ്രകാശവുമില്ലാതെ ഇരിക്കുന്നത് സിസ്റ്റർ എഴുന്നേൽക്കുമ്പോൾ കാണും. അത് ഈ സിസ്റ്ററിനെ ഒത്തിരി വേദനിപ്പിച്ചു. അപ്പോൾ സിസ്റ്റർ മരിയാന ടെറസ് തൻ്റെ കാവൽ മാലാഖയോട് ഇപ്രകാരം പറഞ്ഞു: കാവൽ മാലാഖേ, നീ എന്നും എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഇനി ഞാൻ ഉറങ്ങിപ്പോയാലും ഈ തിരികൾ അണയുന്നതിന് മുൻപ് നീ എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കണം എന്ന് പറയുകയുണ്ടായി. കാവൽ മാലാഖ അതിപ്രകാരം പിന്നീട് സിസ്റ്റർ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഉറങ്ങിയാൽ തിരി അണയുന്നതിന് മുൻപ് സിസ്റ്ററിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുമായിരുന്നു. അങ്ങനെ കാവൽ മാലാഖയുമായിട്ടുള്ള ഒരു പ്രത്യേക ബന്ധം വ്യക്തിപരമായി സിസ്റ്റർ മരിയാന ടെറസ് സ്ഥാപിച്ചെടുത്തു. അതോടൊപ്പം തന്നെ ചിലപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിക്കുവാനായി സക്രാരിയുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ സക്രാരിക്ക് മുമ്പിൽ വെച്ചിരുന്ന സാങ്ച്വറി ലാമ്പ്, അന്നൊക്കെ ലൈറ്റ് ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് പക്ഷേ എണ്ണ തെളിച്ചാണ് സക്രാരിക്ക് മുമ്പിൽ സാങ്ച്വറി ലാമ്പ് അന്ന് കത്തിച്ചിരിക്കുക കോൺവെന്റിൽ. പലപ്പോഴും സിസ്റ്റർ ഇങ്ങനെ കയറി വരുമ്പോൾ ആ എണ്ണ തീർന്ന് അത് കെട്ടിരിക്കുന്ന ചില അവസ്ഥകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റർ അത് കത്തിക്കുവാനായി തീപ്പെട്ടിയോ എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കുമ്പോൾ പലപ്പോഴും അത് കണ്ടുകിട്ടാറില്ല എന്ന് പറയുന്നു. ഇപ്രകാരം തിരിതെളിക്കുവാനായി തീപ്പെട്ടിയൊന്നും കണ്ടുകിട്ടാതിരുന്ന സമയത്ത് സിസ്റ്റർ തൻ്റെ കാവൽ മാലാഖയോട് പറയുമായിരുന്നു: എനിക്ക് ഇത് തെളിക്കാനായിട്ട് ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് കാവൽ മാലാഖയെ തിരിതെളിക്കണം. അപ്പോൾ സിസ്റ്ററിൻ്റെ കാവൽ മാലാഖ വന്ന് തിരികളൊക്കെ തെളിച്ചു വച്ചിരുന്നു എന്നും സഭാ ചരിത്രത്തിൽ കാണുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇപ്രകാരം കാവൽ മാലാഖയുമായും പരിശുദ്ധ അമ്മയുമായും ഒക്കെ വളരെ വ്യക്തിപരമായ ഒരു ബന്ധം ഈ സിസ്റ്റർ സ്ഥാപിച്ചെടുക്കുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അനുഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്, ഇവരുമായി പരിശുദ്ധ അമ്മയോടും കാവൽ മാലാഖയോടുമൊക്കെ ഒരു ആഴമുള്ള ബന്ധം സ്ഥാപിച്ചെടുത്തു വേണം ഈ നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുവാനെന്ന്. സിസ്റ്റർ മരിയാന ടെറസിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായി ഉണ്ടായ കാര്യങ്ങളല്ല. അതിനെല്ലാത്തിനും ഒരു കാരണമുണ്ടായിരുന്നു. അതിനൊക്കെ നമുക്ക് വേണ്ടി ഒരു സന്ദേശമുണ്ട്. ഈ കാലഘട്ടത്തെ ഇനി നമ്മളൊക്കെ അഭിമുഖീകരിക്കാൻ പോകുന്ന, ഈ കാലഘട്ടത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ അതിജീവിക്കണമെങ്കിൽ നമ്മളുടെ കാവൽ മാലാഖയുടെ പ്രത്യേകമായ സഹായം നമ്മൾക്കൊക്കെ ഉണ്ടായിരിക്കണം എന്ന് ഇതിൽ നമ്മൾ തിരിച്ചറിയുകയാണ്.
സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ കാവൽ മാലാഖ നമ്മുടെ കൂടെയുണ്ടെന്ന്. എന്നാൽ പലപ്പോഴും കാവൽ മാലാഖയെ വിസ്മരിച്ച് ജീവിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിപക്ഷം പേരും. എന്നാൽ പരിശുദ്ധ അമ്മയിലൂടെ, സിസ്റ്റർ മരിയാന ടെറസിലൂടെ സ്വർഗം നമ്മോട് വെളിപ്പെടുത്തരുന്ന സത്യം ഇപ്രകാരമാ: നമ്മളുടെ സഹായകനായി, നമ്മുടെ കാവൽക്കാരനായി സ്വർഗം നിയോഗിച്ചിരിക്കുന്ന കാവൽ മാലാഖയ്ക്ക് വ്യക്തിപരമായി നമ്മളെ സഹായിക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും കാവൽ മാലാഖയോട് നമ്മൾ പ്രാർത്ഥിക്കണം, കാവൽ മാലാഖയോട് നമ്മൾ സംസാരിക്കണം. കാവൽ മാലാഖ നമ്മളൊരു അപ്പനോടോ അമ്മയോടോ ചേട്ടനോടോ ചേച്ചിയോടോ ഒക്കെ സംസാരിക്കുന്നത് പോലെ, ഇടപഴകുന്നത് പോലെ എല്ലാ ദിവസവും കാവൽ മാലാഖയുമായി ഒരു പ്രത്യേക സൗഹൃദത്തിൽ ഏർപ്പെടണമെന്നും അത് ഈ നൂറ്റാണ്ടിന്റെ ആവശ്യമാണ് എന്നും നമ്മൾ തിരിച്ചറിയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി വരുന്ന എപ്പിസോഡുകളിൽ സിസ്റ്റർ മരിയാന ടെറസിലൂടെ ദൈവം ഇടപെട്ട വലിയ ഇടപെടലുകളും സന്ദേശങ്ങളും നമ്മൾ കാണും. ഇന്ന് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സ്വർഗം നടത്തിയ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇടപെടലുകളൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഈ നൂറ്റാണ്ടിന് വേണ്ടി 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്ത ഈ വ്യക്തിയെ ഓർത്ത്, ഈ വ്യക്തിയിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിലപ്പെട്ട സന്ദേശങ്ങൾ ഓർത്ത് ദൈവത്തിന് ഒരു നിമിഷം നമുക്ക് നന്ദി പറയാം. ഒപ്പം നമ്മുടെ കാവൽ മാലാഖയെ നമുക്ക് കൂടുതൽ സ്നേഹിക്കുവാനും കൂടുതൽ കാവൽ മാലാഖയുമായിട്ടൊരു സൗഹൃദം ഏർപ്പെടുത്തിയെടുക്കാനും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രത്യേകമായ സഹായം നമുക്ക് ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പരിശുദ്ധ അമ്മയോട് അല്പം കൂടി ചേർന്നിരിക്കാനും പരിശ്രമിക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇപ്പോൾ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളുടെ നിയോഗങ്ങളെയും ഈ കാലഘട്ടത്തിൽ ദൈവം ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ നിങ്ങളെ കടത്തിവിടുന്നുവോ ആ സാഹചര്യങ്ങളെല്ലാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ, നമ്മുടെ കാവൽ മാലാഖമാരുടെ പ്രത്യേകമായ സഹായത്താൽ നമുക്ക് മുൻപിൽ നാം അഭിമുഖീകരിക്കാൻ പോകുന്ന സകല പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ നിങ്ങളോട് കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കാവൽ മാലാഖമാർ നിങ്ങളെ എന്നും സഹായിക്കട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ മക്കളെ ഓരോരുത്തരെയും, ഇവരുടെ നിയോഗങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെയും ഈ മക്കളെ ഓരോരുത്തരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.